1 2 3 4 5 6 7 8 Okay. അല്ല എന്തായത് രാവിലെ തന്നെ തലയും കുത്തി മറിയാണല്ലോ. Stupid. ഞാൻ തറയിൽ വീണതാണ്. ഓ എന്റെ കാല്. ശരി ശരി കൂൾ ഡൗൺ. കാലിലെന്തോ ചെറിയ നീരുണ്ടെന്നാ തോന്നുന്നത്. അത് ഞാൻ ശരിയാക്കി തരാം. അളിയോ എടാ നീ കിറ്റി നിലവിളിക്കുന്ന പോലെ ശബ്ദം കേട്ടായിരുന്നോ? ഇല്ലല്ലോ കൊച്ചളിയ, ഞാനാണെങ്കിൽ ടി വി മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെ കേൾക്കാനാ? കഴുതേ, ടിവിയുടെ സൗണ്ട് മ്യൂട്ട് ആയതുകൊണ്ട് കിറ്റിയുടെ സൗണ്ട് ഒരിക്കലും മ്യൂട്ട് ആവില്ല. എന്താ ഇത്? ഈ ശബ്ദം കിറ്റിയുടെ തന്നെയാ? എടാ കിറ്റിക്ക് എന്താ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉടൻ തന്നെ അങ്ങോട്ട് പോണം. വേഗം വാ. സണ്ണി, ഇറ്റ്സ് ഓൾ റൈറ്റ്. അതൊക്കെ പോട്ടെ, നീ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കായിരുന്നു. കാരണം ആരോടായിരുന്നാലും എനിക്ക് എതിർത്ത് പോരാടണം. അങ്ങനെയാണെങ്കിൽ ശരി, നീ പൊസിഷനിലേക്ക് വന്ന് നിൽക്ക്. ഞാൻ നിനക്ക് കുറച്ച് ബോക്സിംഗും മാർഷൽ ആർട്സിന്റെ ചില ടിപ്സും തരാം. ആദ്യം നമ്മുടെ ശരീരം വളച്ച് നമ്മുടെ എതിരിൽ നിൽക്കുന്ന എതിരാളിയെ പഞ്ച് ചെയ്യാൻ പഠിക്കണം. തക്കം കിട്ടിയതും അയാളെ കിക്ക് ചെയ്യണം. കൊള്ളാം. ഇപ്പൊ പറഞ്ഞുതരാൻ പോകുന്നത് പുറകിൽ നിന്നും ആക്രമിക്കുന്നവരെ എങ്ങനെ നമ്മൾ തടയണം. അടിക്കുവാണോ അതോ കൊള്ളുവാണോ? നിർത്ത് നിർത്ത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടി കൂടുന്നേ? കിറ്റി, സണ്ണി നിന്നെ അടിക്കാൻ നോക്കിയില്ലേ? നിന്റെ നിലവിളി ഞാൻ കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങള് ഉടൻ തന്നെ ഇവിടേക്ക് എത്തിയത്. ഇവൻ എന്നെ അടിക്കുകയായിരുന്നില്ല. എനിക്ക് മാർഷൽ ആർട്സിന്റെയും റെസ്ലിംഗിന്റെയും കുറച്ച് ടിപ്സുകൾ തരികയായിരുന്നു. നീ എന്താ വെയിറ്റർ ആണോ ടിപ്സ് ഒക്കെ മേടിക്കാനായിട്ട്? നീ വിചാരിക്കുന്ന ടിപ്പ് അല്ലടാ സ്റ്റുപ്പിഡ്. മാർഷൽ ആർട്സിന്റെ ടിപ്സ് ആണ്. അത് എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ തരില്ലായിരുന്നോ? എന്റെ അടുത്തുണ്ട് ബ്ലാക്ക് ബെൽറ്റ്. ബ്ലാക്ക് ബെൽറ്റ്. അതെയോ? പക്ഷേ നീ ഇതുവരെ ഇട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. ഓ കിറ്റി, കണ്ടോ എന്റെ പവർ? കണ്ടോ? അതെയോ? അതെന്തായാലും കൊള്ളാം. എങ്കി വാ, നമുക്ക് രണ്ടുപേർക്കൊരു കൈ നോക്കാം. ഒരു കുഴപ്പമില്ല, ധൈര്യം ഉണ്ടെങ്കിൽ വാ. കളരി മാത്രമല്ല, അതിലെ 19 അടവ് എനിക്കറിയാം. വാടാ. 6 മണിക്ക് നമുക്ക് കാണാം ഗോദയില്. ശരി ശരി. വാവ്, കൊച്ചളിയൻ ഒരു പുലി തന്നെയാണ്. 19ാമത്തെ അടവ് എനിക്കറിയാം. തല്ലുകൊള്ളാൻ തുടങ്ങുമ്പോ ഓടുന്ന അടവല്ലേ അത്? അളിയൻ കളരിയിലെ 19ാമത്തെ അടവ് എടുക്കാൻ വേണ്ടിട്ടാണോ ഈ സോഫയുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്?
അല്ല ബ്രോ, എനിക്ക് എങ്ങനെയാണ് സണ്ണിയെ ജയിച്ചേ മതിയാകൂ. അതിന് തന്റെ സഹായം എനിക്ക് വേണം. നീ ചോദിക്കും ബണ്ണി, നിനക്ക് വേണ്ടി എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഓടിക്കോ. എവിടെ പോയി? ഈ ഹണിയെ നിന്നെ കൊണ്ട് അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ സണ്ണിയെ വീഴ്ത്തും? അവനാണെങ്കിൽ ഒടുക്കത്തെ ജിമ്മും. അടിപൊളി പോപ്പട്ട്, സൂപ്പർ ഐഡിയ. ഞാൻ സണ്ണി എന്തായാലും കൺഫ്യൂസ് ചെയ്യാൻ പോവാണ്. പിന്നെ അവനെ കൊണ്ട് അടിക്കാൻ കഴിയില്ല. ഡോക്ടറെ കാണണ്ട, ദിവസവും ഒരു ആപ്പിൾ വെച്ച് തിന്നാൽ നിങ്ങൾക്ക് വേണ്ടി വന്നു ഈ ഖന്ന. കൈയടി. വാവ്, അടിച്ച് തകർക്ക് കൊച്ചളിയ. വിസിലടിച്ചാൽ തുടങ്ങും ഇടിയുടെ പൂരം. ജയിക്കുന്നവൻ വാങ്ങും നെറ്റിയിൽ സിന്ദൂരം. ആടികൈ. കൂട്ടുകാരെ, ചാലഞ്ചർ ബണ്ണി എന്റെ റൈറ്റിലുണ്ട്, കണ്ടന്റർ സണ്ണി എന്റെ ലെഫ്റ്റിലുമുണ്ട്. ഫൈറ്റ് തുടങ്ങിക്കോളൂ. അളിയാ, റൗണ്ട് 1 ഓവർ. ഓ ബണ്ണി, ദയവ് ചെയ്ത് വിട്ടേക്ക്. സണ്ണിയെ ജയിക്കാൻ നിന്നെ കൊണ്ടാവില്ല. അവൻ ഭയങ്കര ശക്തനാ, അത് നീ മറക്കരുത്. കൊച്ചളിയൻ വളരെ ഡിഫറെന്റ് ആയ ഫൈറ്ററാ. ഒരിക്കലും പിടികൊടുക്കില്ല. അതെന്താന്നറിയോ? അതാണ് കൊച്ചളിയന്റെ സ്റ്റൈലിന്റെ പ്രത്യേകത. അല്ലേ കൊച്ചളിയ? റൗണ്ട് 2 സ്റ്റാർട്ട്. ഇവിടെ നടക്കുന്ന ഫൈറ്റ് പട്ടണത്തിൽ പാട്ടായി. ഇതാ എന്റെ സഹോദരന്റെ സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ടായി. അടികൈ. ഫൈറ്റ്. സണ്ണിയുടെ ഫൈറ്റ് എന്തായാലും അടിപൊളി തന്നെയാണ്. അതും ഇതും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അടിയായി. നമ്മുടെ സ്വന്തം ബോഡി ബിൽഡർ സണ്ണി ഇതാ വടിയായി. അടികൈ. എന്റെ പച്ചി. 1 2 3 ഔട്ട്. ഇന്നത്തെ വിന്നർ ബണ്ണി. വാരിക വന്നാലുടൻ വീട്ടമ്മമാർ നോക്കും വാരഫലം. എവിടുന്ന് കിട്ടി നമ്മുടെ ബണ്ണിക്ക് ഇത്രയേറെ ബലം? ആ കൈയടിക്ക്. ബണ്ണി, എങ്ങനെയാ ഈ മുറിവ് പറ്റിയത്? അതെ മേഡം, ഇതാ അത് പിന്നെ നമ്മുടെ സണ്ണി ഉണ്ടല്ലോ, ഒരു പട്ടിക്കുട്ടിയെ ബൈക്കിൽ തട്ടിയേനെ. അതിനെ രക്ഷിക്കാൻ പോയപ്പോ കിട്ടിയതാ എനിക്കിത്.
വെരി ഗുഡ് ബണ്ണി. എപ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന നല്ല കാര്യമാണ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ത്യാഗം ചെയ്താലും അതിൽ ഒരു തെറ്റുമില്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൊച്ചളിയ. പട്ടിക്കുട്ടിയെ രക്ഷിച്ചപ്പോഴാണ് നിനക്ക് ഈ മുറിവുകളൊക്കെ പറ്റിയെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. എന്നാ റിങ്ങില് സണ്ണിയോട് ഇടികൂടിയപ്പോ പറ്റിയ മുറിവാണെന്നാ ഞാൻ ആദ്യം കരുതിയത് എന്റെ കൊച്ചളിയ.